പൊക്കി. Human alien madness. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? സുഖമൊന്നുമല്ലേ? അപ്പം ഞാനും മിസ്റ്റർ പണിക്കാരും കൂടിയിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ട്രക്ക് ചെയ്തിട്ട് ഒരു 48 എന്തോ ഒരു ചുവപ്പ് കളർ പോലെ ഞാൻ കുറേ നേരം പിന്നെ അതെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ 48 hours അഥവാ 2 ദിവസം ബുഷ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട പരിപാടിയാണ്. ബുഷ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ക്യാമ്പ് ചെയ്യുക. അവിടെ എന്താ ക്യാമ്പാ എന്താ അല്ല കേവാ അല്ലെങ്കിൽ മരത്തിൻ്റെ മേലെ ഹാമക്കാ എന്തെങ്കിലും കെട്ടിയിട്ട് അവിടെ ക്യാമ്പ് ആദ്യമായിട്ടുള്ള പരിപാടി. സർവൈവൽ പ്രോഗ്രാമാണ്. സർവൈവ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ നടന്നു കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് എത്തും. ഇപ്പോൾ ഒരു കോറ് 4 വേണ്ട 3 വേണം. ഇപ്പൊ തന്നെ ഏകദേശം ഒന്നായില്ലേ? ഇപ്പൊ 2 കുട്ടിയാൽ മതി. ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇനി നേരെ കുറച്ച് മേലോട്ട് പോയിട്ട് റൈറ്റ് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏകദേശം ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഔട്ട്സ്കേർട്ടാണ്. ഔട്ട്സ്കേർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് വേലിയാണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് പ്രശ്നമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ആ ഔട്ട്സ്കേർട്ട് വരെ പോയിട്ട് അവിടെ രാത്രിയും രാവിലെ ആയിട്ട് 2 ദിവസം ക്യാമ്പ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നൗഷു ബ്രോ ഉണ്ട്, പണിക്കാരൻ. പിന്നെ ഫുഡും വെള്ളമൊക്കെ കുറേശ്ശെ ഞങ്ങളിലുണ്ട്. വെള്ളം അത്യാവശ്യത്തിന് എന്ത് വന്നു കഴിഞ്ഞാൽ കുറേ ട്രാവൽ ചെയ്ത് ട്രക്ക് ചെയ്ത് പോകേണ്ടതല്ലേ. അപ്പോൾ അതിന് കണക്കായ ഒരു 2 ലിറ്റർ വെള്ളമാണ് മാക്സിമം ലിമിറ്റ്. അതിൽ കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താങ്ങൂല അത്. പിന്നെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. സേഫ്റ്റീൻ്റെ മെഷേഴ്സ് എല്ലാ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ സ്പ്രേ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. പിന്നെ അതാണ് പരിപാടി. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ 48 മണിക്കൂർ നമ്മൾ സക്സസ് ആയാൽ പിന്നെ നമ്മൾ പിന്നെ കാട്ടിൽ തന്നെ അതാണ് അതെ അതെ സ്റ്റാർട്ടിംഗ് അല്ലേ. പിന്നെ ഒറ്റക്കുമല്ല, 2 ആളുള്ളതുകൊണ്ട് ഡ്യൂ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. പിന്നെ ഞങ്ങളൊരു പ്ലാൻ ഉണ്ട്, അത് മുന്നോട്ട് എത്തിയിട്ട് പറയാം. അത് ഞങ്ങൾ നോക്കുകയാണ്. അഥവാ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലേ, അങ്ങനെ ചെയ്യാം. പിന്നെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന ആൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവരൊന്ന് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളെ ഒന്നാമത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുമ്പോൾ അത് യൂട്യൂബിൻ്റെ അൽഗോരിതം ഞങ്ങളെ ഇത് ചെയ്യൂല, പിന്നെ പ്രൊമോട്ട് ചെയ്യൂല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെന്താന്ന് പുള്ളിനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ആലോചിച്ചാൽ അറിയുമോ, നമുക്കിനി മുകളിലോട്ട് കയറിയിട്ട് റൈറ്റ് അല്ലേ കയറേണ്ടത്? ഞങ്ങളിപ്പം മാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ല, തിരിച്ച് വരുമ്പോൾ ആ റൂട്ട് മാറി അതന്നെ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ വടി വെച്ചിട്ട് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വടി കഷ്ണം എടുത്തിട്ട് ആരോ മാർക്ക് പോലെ മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒരു കല്ല് മറ്റേ ചെങ്കല്ലെടുത്തിട്ട് പാറപ്പുറത്താ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ റൂട്ടിൽ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ പ്രശ്നമാണ്, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാകണം. ഞങ്ങളെ കൂടെ തന്നെ നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെ ഫീൽ ചെയ്യണം. നിങ്ങൾ എന്താ പ്രകൃതിൻ്റെ ശബ്ദം കേട്ടോ. രാത്രി ആകുമ്പോൾ ഇതിലും കൂടുതൽ രാത്രി ആകുമ്പോൾ ഭയങ്കര ഡീപ്പാ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സമയം കളയുന്നില്ല. ഓക്കെ,
ഇതിലൊരു കയറുന്നത്. ആ ഇതിലേ കയറണ്ടേ? കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. ആ പാമ്പിനെ ശ്രദ്ധിക്കണേ. അതെ, തണുപ്പ് ഇവിടെ അങ്ങനെ വലിയ തണുപ്പില്ലല്ലോ. ഇത് ഈ കാപ്പി എങ്ങനെ ഇവിടെ വരുന്നതെന്ന് അറിയാം. ഈ കാപ്പി കാണുന്നില്ല ഇവിടെ ഇതിൽ കണ്ട കാപ്പി മരല്ലേ? ആ അത് ഈ വെരുകി നേരത്തെ കണ്ടില്ലേ കാപ്പി? ആ വെരുകൊക്കെ തിന്നിട്ടേ. ആ അതന്നെ, വെരുക്, പക്ഷികൾ ഇതൊക്കെ തിന്നിട്ട് ഡ്രോപ്പ് ചെയ്യൂല. അരെ വാ, എൻ്റെ മോനെ ഇവിടെ ക്യാമ്പ് ചെയ്തല്ലോ. ഇതെന്തോ കിടക്കണ സ്ഥലടാ. ഏയ് അതൊന്നും പ്രശ്നമില്ല. നോക്ക്, അത് പ്രശ്നമല്ലാന്നോ? നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഇതെന്തോ കിടക്കണ സ്ഥലടാ. അതെയാ? ആ നോക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് ഫിനിഷിംഗ് ആണ്. ആ നല്ല ഇത് ഒരു പന്നീന്റെ കാൽപ്പാടം അവിടെ കണ്ട. ആ യെസ്, ഇത് പന്നി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കയറല്ലേ? ഇത് ബാഗ് എടുത്തിട്ട് അല്ല അങ്ങനെ കയറണ്ട. ഏയ് നോക്കിട്ട് അങ്ങനെ അങ്ങ് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ശരിക്കേ ഇവിടെ എന്തോ കിടക്കുന്നുണ്ട്. ഇതിലെ സ്ഥിരമായിട്ട് എന്തോ കിടക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ? എന്താ തണുപ്പെന്ന് അറിയില്ല. അത് അങ്ങനെ കയറണ്ടേ മോനെ? ഇതൊക്കെ അങ്ങനെ കയറണ്ടേ? ആയി അങ്ങനെ കയറല്ലേ? വല്ലതും ഉണ്ടെങ്കിലോ? അതിന്റെ അകത്ത് ഇനിയും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതണ്ട എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് ഗ്യാപ്പ് ഉണ്ടാ. എന്താന്നറിയില്ല. അതാണല്ലോ ഇങ്ങോട്ട്. ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്കില്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ടണല് പോകുന്ന പോലെ പോകുന്നുണ്ട്. ഇതണ്ട അങ്ങോട്ട് പോണ്ട. പോണ്ട, ഇങ്ങോട്ട് പോരെ. എന്തറിയോ എന്ത് സാധനം ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇത് കറക്റ്റ് എന്തോ കിടക്കണ സ്ഥലം കേട്ടോ. നോക്ക്, ഇത് ഇപ്പുറത്തോട്ടാ ചെറുത്. ഇവിടെ എന്തോ പാർക്കിംഗ് ഉള്ളതാണ് കണ്ട. അതെ അതെ. അയ്യോ എന്താ പന്നിയെ ആണെന്ന് വിശ്വസിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിനും മേലെ ചിന്തിക്കണ്ട, റിസ്ക്കാണ്. പന്നിയാന്ന് വിശ്വസിച്ച് പോവാ. കാൽപ്പാടുണ്ട്. അയ്യോ, ഇവിടെയൊക്കെ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? ശരിക്കും പറഞ്ഞാൽ അവിടെ തീയിട്ട് പുകച്ചിട്ട് വേണം കിടക്കാൻ. എവിടെ തീയിട്ട് പുകയ്ക്കുക, പുകച്ച് നോക്കുക. പുറത്തേക്ക് ചാടുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. പടക്കം എടുത്തിട്ടില്ലല്ലേ? മറ്റേതാണല്ലേ കുരുമുളകിന്റെ. അതല്ല, പടക്കിട്ടൊന്ന് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാലേ എന്റെ വെളിയിലേക്ക് പുറത്തു പോകില്ല. ഇവിടെ നോക്കിയാ വലിയൊരു മല. അയ്യോ, ഒന്ന് ഇറങ്ങട്ടോ. സ്റ്റിക്ക്. ഇവിടെ അല്ലേ? അത് പന്നി തന്നെ കേട്ടാ. പന്നിയാണ്. പന്നീൻ്റെ കാൽപ്പാടാണ്. വേണ്ട, അവിടെ കണ്ട. പക്ഷെ ഇപ്പൊ പന്നി പുറത്ത് പോയിട്ടുണ്ടാവും. ഇതിൻ്റെ അതില്ല. അടിപൊളി സ്ഥലമാട്ടാ. ഇനി എവിടെയെങ്കിലും പോയിട്ട് ഹോൾട്ട് ചെയ്യണം. ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? എവിടെയെങ്കിലും പോയി ഹോൾട്ട് ചെയ്യണേ. നമുക്ക് റൈറ്റിലോട്ട് കുറച്ചുകൂടി പോടാ, അല്ലെങ്കിൽ ഇവിടെ പെട്ടു. അല്ല, ഇവിടെ ഒന്നും ആയില്ല. അങ്ങോട്ട് പോലെ കാട് നോക്കി. വഴി കുറച്ച് ഡേഞ്ചർ വഴിയാണ് കേട്ടോ. വേണ്ട, ഇവിടെയൊക്കെ ശരിക്ക്
നല്ല പാറക്കെട്ടാണ്, അങ്ങ് മേലോട്ട് വരെ ഉണ്ട്. കണ്ടോ, വലിയ പാറക്കെട്ടാണ്. ഇങ്ങോട്ടൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ്. കണ്ടോ, എന്താ കംപ്ലീറ്റ് ഫോറസ്റ്റ്. ആ അങ്ങോട്ടാ പോണ്ടത്? വാ പോവാ, എന്തായാലും ഇറങ്ങിയല്ലേ. ചീവീടിൻ്റെ ശബ്ദം കേട്ടാ, ചീവീടിൻ്റെ ശബ്ദം വേണ്ട. എന്തോ മിക്സിയാ, ഗ്രൈൻഡർ, മറ്റേ കട്ടിങ് മെഷീൻ. ആ ഓ ഹോ 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 ഹോ, ഏകദേശം ഡെൻസായിട്ട് ഡെൻസ് ഫോറസ്റ്റിൻ്റെ അടുത്തെത്തിയല്ലേ. ഈ ജഗതി പറഞ്ഞ പോലെ, ഈ ജഗതി പറഞ്ഞ പോലെ ഫോറസ്റ്റ് മൊത്തം കാട്. എന്താ അങ്ങ് ജമ്പേ നോക്കിയട്ടെ. ഫൈറ്റ് ചെയ്യാണ് കേട്ടാ. ഓടും. അവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്, ആ സൈഡിൽ. വേണ്ട, ഇതേ ഒന്നിതേ പോന്നു, ചെറിയ ഒന്ന് അവിടെ ഉണ്ട്. എന്നെ കണ്ടു കേട്ടാ. ഇവിടെ നിന്ന് തെറ്റുന്നതല്ല. ഏകദേശം ഇതിന്റെ ഔട്ട്സ്കേർട്ട് എത്തും അല്ലേ ഫോറസ്റ്റിന്റെ. ഇതിലെ കാട്ടുപോത്തും അതുപോലെ ഉള്ള സാധനങ്ങൾ വരും. അതെ, ഞാനും അത് ശ്രദ്ധിച്ച്. പാമ്പിന്റെ പാലിലൊന്നല്ലോ പിടിച്ചിട്ട്. അത് നോക്കണേ. അയ്യോ, ഇത് വേറെ ഇത് പൊട്ടുവോ? ഇല്ല, അങ്ങനെ പൊട്ടൊന്നുമില്ല കേട്ടാ. ഇതൊക്കെ വേറെടാ. നോക്കിയാ, ഏതാ പേര്? ആ, അത് വേറെ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് പോയിക്കൂടെ? ആ, ഇവിടുന്ന് കഴിക്കുക, അതല്ലേ ഒരു ത്രില്ല്. ശ്രദ്ധിക്കണേ, എന്ത് ഹൈ ആംഗിൾ ഷൂസ് ഇടാനെന്ന്. ഇത്രയും വലിയൊരു സംഗതിയാണെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ശരി, എന്നിട്ട് എവിടുന്ന കഴിക്കുക? ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക, പാറപ്പുറത്ത്. എന്നിട്ട് എവിടോട്ട് പോവാ? സ്റ്റേ ചെയ്യാം ഇവിടെ? അതിനൊരു സ്ഥലം പകല് കണ്ടെത്തണ്ടേ? സ്റ്റേ ചെയ്യാനിപ്പോൾ ഒന്നിക്കായ കേവ്, ഏതെങ്കിലും കേവിൽ നിൽക്കണം, അല്ലെങ്കിൽ ഹാമക്ക് കെട്ടിയിട്ട്. കേവിനേക്കാളും നല്ലത് ഞാൻ പറയുമ്പോൾ ഹാമക്ക് കിട്ടണമായിരിക്കും. അതെ, ഹാമക്ക് കെട്ടാൻ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ടേക്ക് പോകണോ? അങ്ങോട്ടേക്ക്, മേലോട്ടേക്ക്. അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കാം, കുറച്ചൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം. രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാനൊരു സ്ഥലം കണ്ടെത്തണ്ടേ? അതാണ് പറഞ്ഞത്. 3 മണിയല്ലേ? 3 മണി കഴിഞ്ഞ് 3:05 അപ്പം എന്ത് ചെയ്യാം? അങ്ങോട്ട് പോയോക്കിയാലോ? അങ്ങോട്ട് പോവാം. നല്ലൊരു സ്ഥലം കണ്ടു. ഇവിടെ ഒരു വൃത്തിയില്ല അല്ലേ, കംപ്ലീറ്റ് നിൽക്കാനും പറ്റുന്നില്ല. ഇതിലെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം തോന്നുന്നുണ്ട് അല്ലേ?
ഭയങ്കര കുയ്യാണല്ലോ അവിടെ, കാല് പൂണ്ടുപോയി അതേക്ക്. മേലോട്ടേക്ക് പോവാണ്. ഇവിടെ ഒന്നും നിൽക്കരുത്. അയ്യോ ഇതൊക്കെയാണ് പാമ്പിൻ്റെ മെയിൻ താവളം. അതെ 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 ഇതൊക്കെ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറാമല്ലേ? അപ്പോൾ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലം നോക്കി പോട്ടെ. അവിടെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഭയങ്കര വിശപ്പ്, ദാഹമുണ്ട്, ഒന്ന് വെള്ളം കുടിക്കണം. ഓക്കെ, അതെ അതെ. അയ്യോ ഇവിടെയാ? എന്താ മരങ്ങളല്ലേ? ഇത് ഭയങ്കര ഇറക്കാണ് കേട്ടോ. വടി കുത്തി കുത്തി ഇറങ്ങിപ്പോയി. കാടിൻ്റെ ശബ്ദം കണ്ട. ഇപ്പം നല്ല വെയിൽ കിട്ടിയല്ലേ? ഇവിടെ നല്ല വെയിൽ കിട്ടിയല്ലേ? ഇത്രയേരം മൊത്തം ചോലക്കാടായിരുന്നു. ഇപ്പോൾ ഒന്ന് വെയിലിൽ വന്ന. അയ്യോ, ഇനിയും മലയോട്ട് കയറാനുണ്ട്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്തിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നീങ്ങാം അടുത്തേക്ക്. തളർന്ന അവശനായി. ഒരുപാട് നടന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇരിക്കാൻ വേണം, ഇവിടെ ഒന്ന് കിടക്കും വേണം, ഒന്ന് കിടക്കും വേണം. ഇവിടെ ഇരിക്കല്ലേ? ഇവിടെ ഇരിക്കാം. ഫുഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ പോകാൻ മോനെ. അയ്യോ, വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ കൃഷിയിൽ. ഇല്ലേ? രണ്ട് കുപ്പി വെള്ളമുള്ളൂ ഇനി. കുറേശ്ശെ കുടിക്കല്ലേ? ഇത് വാങ്ങിയതാ വീട്ടിൽ നിന്നുണ്ടാന്ന്? കുപ്പിയിലാക്കി കളഞ്ഞു. പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ തന്നെ കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നൈറ്റിനൊക്കെയുള്ള കാര്യം നോക്കിയാൽ പോരെ? അതെ, ഇവിടെ നല്ല ഹാമൊക്കെ കെട്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാം. നല്ല മരങ്ങളുണ്ട്. അല്ലാതെ കുറച്ചു നേരം ഇവിടെ ഒന്ന് വഴങ്ങിയാൽ മതി. ക്ഷീണം മാറിയിട്ട് നടക്കാൻ. ഞാൻ ഹാമൊക്കെ കിട്ടാൻ പോവാം. എന്നിട്ട് ഇവിടെ കിടന്നുറങ്ങാനോ? ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങാം. അല്ല, രാത്രി ഇവിടെ കിടക്കാനല്ലല്ലോ? ഇല്ല, രാത്രി ഇവിടെ കിടക്കണ്ട. ഞാൻ ഇപ്പോൾ എത്ര നമ്മളിപ്പോൾ എത്ര നടന്ന്? ഒരു 3 കിലോമീറ്ററിൻ്റെ മേലെ നടന്നോ? 3 കിലോമീറ്റർ നടന്നുണ്ടാവില്ലേ? ആ, ഈ കാടിൻ്റെ ഫോറസ്റ്റിൻ്റെ ബോർഡർ എവിടെ വരുന്നത്? ബോർഡർ നമ്മൾ ഫസ്റ്റ് പോയില്ലേ? അതായത് ഇപ്പോൾ പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബോർഡർ. ഏതാ മല അടിവാരം കണ്ടില്ലേ? മലൻ്റെ കീഴിൽ അതിൻ്റെ നേരെ ചേർന്ന്. ഓക്കെ, അപ്പോൾ ആ മലൻ്റെ ഭാഗം ഫോറസ്റ്റിൽ വരുന്നതല്ലേ അപ്പുറത്തെ സൈഡ്? ഓ, ഭയങ്കര ക്ഷീണമാണ്. തൊപ്പി കഴിക്കാനേ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സമയം എന്തായി കറക്റ്റ്? 4:32. 4:32. അപ്പൊ 4:30 കൂട്ട് 8 മണിക്ക് നമ്മൾ ഇറങ്ങി. അപ്പോൾ 8.5 മണിക്കൂറായി.
8.5 മണിക്കൂർ. ആ അപ്പൊ ഞങ്ങളുടെ 48 മണിക്കൂറിൽ 8.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 8.5 മണിക്കൂർ 8.5 മണിക്കൂറായി ഞങ്ങൾ നടക്കുന്നു. എവിടെയും ഇറങ്ങിയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ മതി. മെയിൻ റോഡിൽ നിന്ന് ഒരു അരമണിക്കൂർ ഇങ്ങോട്ടേക്ക് വന്നാ ട്രാവൽ ചെയ്തിട്ട് ആ ഫോറസ്റ്റിന്റെ എൻട്രി തുടങ്ങിയിട്ട് 8:30 9 മണി കൂട്ടിക്കോ. 9 മണി മുതൽ 8 മണിക്കൂറായി. 8 മണിക്കൂറായില്ലേ? 8 മണിക്കൂറായി ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട്. ഇനി ഞങ്ങള് ഇവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ച്. ഇനി ഫുഡ് കഴിച്ചിട്ടില്ല, ഇവിടെ തന്നെ കവർ അടക്കേണ്ടി വരും. ഭയങ്കര ക്ഷീണം. ഇത് കൂടി ഒരു ജാതി മിന്നൽ വരുന്നത്. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഹാമൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ അങ്ങോട്ട് എവിടെയെങ്കിലും കെട്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യണം. നീ ഒന്നും ഉണ്ടാക്കണ്ടേ? അതിനെ ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും. ഞാൻ ഉണ്ടാക്കിയിട്ട് തരുന്നില്ല ആ പരിപാടി. അല്ല ഞാൻ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കണ്ട. ഞാൻ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നീ അല്ല, എൻ്റെ അടുത്ത് പഴംപൊരി ഉണ്ട്. അവിടുന്ന് ചായക്കടയിൽ നിന്ന് വാങ്ങി. പഴം എന്തെങ്കിലും ഉണ്ടോ? എന്താ അത് മതിയല്ലോ, പ്രോട്ടീൻ. പഴം ഉണ്ടോ? അല്ല, എൻ്റെ അടുത്ത് പഴംപൊരി ഉണ്ട്. പഴംപൊരി 2 ഉണ്ട്. അത് കഴിക്കാം. ഇത് കഴിക്കി. ഈ പഴംപൊരി പഴംപൊരി അത് പഴമല്ലേ? നല്ല പഴംപൊരി തിന്നു കഴിഞ്ഞാൽ എണ്ണ ദാഹിക്കൂല. എണ്ണ പിന്നെ ഇപ്പൊ ഇത്രയും നടക്കുന്ന ഞങ്ങൾക്ക് എന്ത് എണ്ണ ഒന്നിന് ദാഹം ഒരു ദാഹമില്ല. വെള്ളമില്ലേ ഇപ്പൊ തൽക്കാലം നമുക്ക് കലോറിയല്ല. വെള്ളം കണ്ടിട്ടാണെങ്കിൽ എൻ്റെ അടുത്തുണ്ട് 2 ലിറ്റർ. ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് കലോറിയല്ല വേണ്ട. ആ ഇത് വരണോ വീട്ടില മേടിച്ച? ആഹാ, ഇന്ന് നല്ല ക്ഷീണം ഉണ്ടാവും. എന്താ സുഖം. നാളെ കുഴപ്പമുണ്ടാവില്ല. നാളെ ഓക്കെ ആവും. ഞങ്ങൾ കുറേ ആയില്ലേ ഗ്യാപ്പ് എടുത്തിട്ട്. ഞാനിപ്പോൾ ഒരു ട്രക്കിങ് ചെയ്തിട്ട് ഹൈക്കിങ് ചെയ്തിട്ട് എനിക്കൊന്ന് ഒരു 2 മാസത്തിൻ്റെ മേലെ 2-3 മാസം. ആ ഇങ്ങനെ ഹൈക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ. ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ഫീലിംഗും ഇല്ല കേട്ടോ. കൂടുതലും വണ്ടിയിൽ പോയിട്ട് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് എല്ലാം നടന്നിട്ട് പോകാറുള്ളൂ. ഇത്ര കിലോമീറ്റർ നടന്നില്ലല്ലോ. എന്തെങ്കിലും തിന്നിട്ട് ഞാൻ ഇവിടെ എന്നിട്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ പോയാൽ പറയാം. ഓ അല്ല 6 മണിക്ക് പോയാൽ പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തണം. ഇവിടെ കുഴപ്പമില്ല അല്ലേ, പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അല്ലെ പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയേക്കണം. ഭയങ്കര ശബ്ദമല്ലേ? അല്ലെ പിന്നെ അങ്ങോട്ട് പോയേക്കണം. എന്താ മരക്കുത്തിൻ്റെ ശബ്ദമല്ല അത്? ടട്ട എന്നുള്ള എന്തെങ്കിലും സെറ്റാക്കട്ടെ. പുള്ളി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ആ പാറിൻ്റെ മേലേക്ക്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 2 മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയിട്ട് ഓംലേറ്റായി. ആ വരുന്ന വഴിക്ക് 2-3 പ്രാവശ്യം നിലത്തോട്ട് വീണിട്ടുണ്ടായിരുന്നോ. അപ്പോൾ അപ്പം പൊട്ടിയതാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഒരു ഓംലേറ്റ് അടിക്കാൻ നേരിക്കും. ഇവിടെ തന്നെ ഹാമക്കും കെട്ടാം ഈ ഒരു 2 മരത്തിൽ. ഇപ്പോൾ ഹാമക്ക് അവിടെ കെട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതുപോലെ ഇത് മതിയെന്ന് തോന്നുന്നു. ഒന്ന് ഇരുന്ന് നോക്കാം അല്ലേ? ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇരുന്ന് നോക്കട്ടെ. അരെ വാ. സെറ്റ്. ഇനി ഇവിടെ സ്റ്റവ് വെച്ചിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്യാലോ. എങ്ങനെയുണ്ട് ഐഡിയ? നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച്.
മുട്ട ഫുള്ള് ബ്രേക്കായി പോയി കേട്ടോ. ബാഗിൽ വെച്ചായിരുന്നു. അപ്പം അവിടെ നിന്ന് ഒരു പ്രാവശ്യം സ്ലിപ്പായി വീണല്ലോ. അപ്പം മുട്ടൻ്റെ സൈഡാണ് തട്ടിയത്. ഇത് ബ്രേക്കായി പോയി. എന്തായാലും പ്രശ്നമില്ല. ഒരു മുട്ടയേ ബ്രേക്കായിട്ടുള്ളൂ. 2 മുട്ട ജീവനോടെ ഉണ്ട്. ഇതിനെ ഇളക്കിയിട്ട് ബുർജി ടൈപ്പ് ആക്കണം. അപ്പോൾ മുട്ട ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ പുള്ളി അവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. രണ്ടാളും വേറെ വേറെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. വേറെ വേറെ എന്തുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാളതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ, അത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ പുള്ളിയുടെ ഐഡിയയിലുള്ള ഫുഡ് പുള്ളി ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് ഞാനും ഉണ്ടാക്കുന്നുണ്ട്. അതൊരു എക്സ്പീരിയൻസും കൂടിയാണല്ലോ. ഇപ്പോൾ കാണുന്നവർക്കും ഒരു ഡിഫറൻസ് ആണല്ലോ. രണ്ടാളും ഒരേ ഫുഡ് കഴിച്ച് ഒരേപോലെ ഇരുന്ന് കഴിക്കുമ്പോൾ അപ്പോൾ ഒരു ത്രില്ലുണ്ടാവില്ല. അതുകൊണ്ടാണ് രണ്ടാളും സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഹാമക്കിൽ ഇരുന്നിട്ട് 2 ബണ്ണുണ്ട്, അതും കൂട്ടി കഴിക്കാനുള്ള പരിപാടി തുടങ്ങാം അല്ലേ. ഓക്കെ. അപ്പോൾ ബണ്ണും മുട്ട ബുർജിയും വേണം. നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്, നിങ്ങൾക്കൊന്നും തരാണ്ട് കഴിക്കുന്നതുകൊണ്ട് എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കാം കേട്ടോ. ഞാൻ കഴിക്കില്ല. മുട്ട ബുർജി. അത് മുട്ട പൊട്ടിയില്ലേ, അതിൽ 2 മുട്ട രക്ഷപ്പെട്ടു. അപ്പോൾ ആ 2 എണ്ണം വെച്ച് മുട്ട ബുർജി അടിച്ചു. എന്താണ് പുള്ളി അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ, നേരെ ഓപ്പോസിറ്റാണ്, അപ്പുറമുള്ള. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി കാറ്റാ. മൊത്തം കിളികളെ വെച്ചാൽ ഒരു കാടിൻ്റെ ഒരു ഫീല് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ ഇറങ്ങണം കേട്ടോ, ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണം. ഇതൊക്കെയാണ് ത്രില്ല് ലൈഫിൽ, ഇതൊക്കെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ടൗണിലും മറ്റേ മാളിലും ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടില്ല. ഇതേപോലെ ഒരു ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക, ഇതേപോലെ ഒരു ഊഞ്ഞാലയോ ടെൻറ്റോ അടിച്ച് ഒരു കാടിൻ്റെ ഉള്ളിൽ ഇതേപോലെ കിടക്കുക, കുറേ ട്രക്ക് ചെയ്യുക, ഇതൊക്കെ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം പറയല്ലേ, ഇങ്ങനെയുള്ള ഒരു കാട്ടിൽ വന്നിട്ട് ഇതേപോലെ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? പുള്ളി ആ പാറപ്പുറത്തുണ്ട് കേട്ടോ, അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഉള്ള പാത്രം കുറച്ച് ലൈറ്റായിട്ടൊന്ന് കഴുകുക. എന്താ പറയുക, ഉള്ള വെള്ളം കൊണ്ട് വെച്ചെന്നെ. വീട്ടിലൊക്കെ ആകുമ്പോൾ നല്ല ഹെവിയായി കഴുകുക, പക്ഷേ ഇപ്പോൾ ഉള്ള വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴുകണം. പാത്രങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് എടുത്ത പോലെ തന്നെ തിരിച്ചു വെക്കുക. സ്റ്റോവും കഴിച്ചു വെക്കുക. ഇങ്ങനെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോവ് മതി കേട്ടോ. ഈ ഒരു സ്റ്റോവും ഈ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടറും മതി. വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ വെയിറ്റേ ഉള്ളൂ, ലൈറ്റ് വെയിറ്റേ ഉള്ളൂ. എല്ലാം ബാഗിൽ തന്നെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഗ്യാസും ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുറന്ന പോലെ തന്നെ എല്ലാം അടച്ച് ബാക്ക് പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്.
ഞാൻ നമുക്ക് കെട്ടോ. എവിടെ കെട്ടുന്നത്? അതിമ കെട്ടല്ലേ? ഞാൻ ഓൾറെഡി ഇവിടെ കെട്ടിയിട്ടുണ്ട്. അല്ല എനിക്ക് കെട്ടാൻ പറ്റില്ലല്ലോ. അല്ല നിങ്ങളെവിടെ കെട്ടാ? ഞാൻ എവിടെയെങ്കിലും കെട്ടാം. ഇവിടെയാ? എവിടെയെങ്കിലും 10 മിനിറ്റ് കിടന്നാൽ ആ എനിക്ക് 10 മിനിറ്റ് ഒന്നുമല്ല, എനിക്കൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും കിടക്കണം. എന്തായാലും നല്ല ക്ഷീണമുണ്ട്. ഓ ശ്രദ്ധിക്കണേ, അവിടെ താഴെ ഇറക്കാണ്. ഇവിടെ കെട്ടാലോ? ആ അവിടെയും മതി. എന്നാ ഞാൻ കിടക്കട്ടെ? എന്ത് എടുക്കണ്ട ഇവിടുന്ന്? ഇതാക്കല്ലേ. ഈ കവറുകളൊക്കെ ഒരു കവറിലിട്ടിട്ട് കൊണ്ടുപോകല്ലേ? ഹലോ, 6 മണിയായി. ആ 6:05. ഇവിടുന്ന് വേറെ സ്ഥലം വിടാം. നല്ല ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോയി. ഇങ്ങനെ എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിലുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഉറങ്ങി പെട്ടെന്ന് എണീച്ചപ്പോൾ കാട് ആകെ ടെൻഷനായി പോയി. നല്ല ഇരുട്ടായി കേട്ടാ. പോവാം. ടോർച്ചില്ലേ? ടോർച്ച് എടുത്തിട്ടില്ലേ? ആ എൻ്റെ ടോർച്ചുണ്ട്. ആ എൻ്റെ പെട്ടെന്ന് കഴിക്കാം. നിങ്ങൾ അതന്നെ കൊണ്ടുവന്ന. സെറ്റായി കേട്ടോ. ഇനി ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം. നല്ല ക്ഷീണമുണ്ട് നടന്നിട്ട്. അപ്പോൾ വേഗം പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് നീങ്ങാല്ലേ? ഹലോ, ആ പോവാ. ബാഗ് എടുക്കാം. ഇല്ലില്ല, ടോർച്ചുണ്ട്. ആ ഇതിന് ഒരു അറ്റം ഉണ്ടോ? ഇതെന്താ ഇത്? ഇടക്കൽ ഗുഹ? ആ ഇതൊക്കെ ഇവിടെ മുള്ളം മതിയോ? മുള്ള കേട്ടാ.